ഹല്ലേലൂയ. അതാണ് ലൂക്കായുടെ സുവിശേഷം 12:33 ഈശോ സകല മർത്യരോട് കൽപ്പിച്ചു. ക്രിസ്ത്യാനികളോട് മാത്രമല്ല, യഹൂദന്മാരോട് മാത്രമല്ല, ഭൂമി ജനിക്കാനിരിക്കുന്നവരും അന്ന് ജനിച്ചിട്ടുള്ളവരുമായ സകല ചരാചരങ്ങളോടും മനുഷ്യരോടും കൽപ്പിച്ചു, ഒടുങ്ങാത്ത നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിൽ സംഭരിച്ചു വെക്കണം, സമ്പാദിച്ചു കൂട്ടണം. സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിക്കണം. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതകാലത്തിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എനിക്കും നിങ്ങൾക്കും മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിന് വേണ്ടി സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങളെ സമ്പാദിച്ചു കൂട്ടണം, സംഭരിച്ചു വെക്കണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 10:21 അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. മരണത്തോടെ ആ അവസ്ഥ തീർന്നു. പിന്നെ എനിക്ക് വേറെ ക്രയവിക്രയം പാടില്ല. മരണത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴിയുള്ള ഈ സൗജന്യ രക്ഷ എനിക്ക് ഏതെങ്കിലും വഴിക്ക് അങ്ങനെ കുറുക്ക് വഴിക്ക് അങ്ങനെ ചെയ്യാൻ, അവിടെ ചേർന്ന് എന്തെങ്കിലും പുണ്യപ്രവൃത്തി അനുഷ്ഠിച്ച് അല്ലെങ്കിൽ അവിടെ കിടന്ന് എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കാം എന്ന് വിചാരിക്കാൻ വഴിയില്ല. സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ ഉള്ള സമയം എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അതിനുശേഷം പിന്നെ ഒന്നും സ്വന്തം അധ്വാനം വഴി തീരുമാനം വഴി പ്രാപിക്കാൻ മരണത്തിന് ശേഷം മനുഷ്യന് കഴിയുകയില്ല. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ്, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ ഓരോരുത്തന്റെയും പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് പലപ്പോഴും ഉറപ്പിച്ച് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മരിക്കുന്ന ആ സമയത്ത് തന്നെ ആ വ്യക്തിക്ക് ഒരു വിധി ഉണ്ടാകുന്നു. ആ വിധിയുടെ പേരാണ് തനത് വിധി. ഹല്ലേലൂയ. വിധി രണ്ടെണ്ണമുണ്ട്, തനത് വിധിയുണ്ട്, പൊതുവിധിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ തനത് വിധിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നത്. മരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഓരോ വ്യക്തികളുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് ആ വ്യക്തി വിധിക്കപ്പെടും. ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് വിധിക്കപ്പെടുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായ ഒരു വിശുദ്ധിയുടെ അവസ്ഥയിലല്ല, പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അന്തിമ ശുദ്ധീകരണമുണ്ട്. അതാണ് പർഗറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. മരിക്കുന്ന സെക്കൻഡിൽ തന്നെ എൻ്റെ ഓരോ ചിന്തകൾക്കും എൻ്റെ ഓരോ തീരുമാനങ്ങൾക്കും എൻ്റെ ഓരോ പ്രവൃത്തികൾക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഓരോ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് ഒരു വിധി ഉണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 10:22 1022 ഖണ്ഡികയിൽ മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള വിധിയെക്കുറിച്ചും സഭ മക്കളെ പഠിപ്പിക്കുന്നു, ലോകത്തെ പഠിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിന്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം, രണ്ടിലൊന്നും മരിക്കുന്ന സെക്കൻഡ് അറിയാൻ പറ്റും. നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ അപ്പം അറിയാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ആർക്കും നീക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നിങ്ങൾ പറയാണ്, ഞാൻ ഈ പള്ളിയുടെ വികാരിച്ചനാണ്, ഞാൻ ആ കണക്കല്ല ശരിയാക്കിയിട്ട് നാളെ മരിക്കാം, ഞാൻ ധ്യാനഗുരുവാണ്, എനിക്ക് നാളെ കൂടെ ഒരു ടോക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചോളാം, അങ്ങനെ പറഞ്ഞ് ഒരു അപ്പീൽ എടുക്കാൻ പറ്റുമോ? ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗകൻ 8-ാം അധ്യായം 8-ാം തിരുലിഖിതം, പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ആർക്കും കഴിയുകയില്ല. അയ്യോ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, ഒന്ന് കുമ്പസാരിച്ച് വന്നിട്ട് ഞാൻ മരിച്ചോളാം, പറ്റില്ല. ഹല്ലേലൂയ. ഏത് സെക്കൻഡ് അത് കള്ളനെ പോലെ വരും. പ്രത്യേകിച്ച് ഒരുങ്ങിയിരിക്കാൻ നേരത്തായിരിക്കും ഇത് വരിക എന്ന് ഓർത്തോളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നാളെ കുമ്പസാരിക്കാന്ന് ചിന്തിച്ചാൽ ഇന്ന് രാത്രി അത് വരും. പ്രൈസ് ദി ലോർഡ്.
ആരുടെ അടുത്തേക്ക് എപ്പോഴും വരും നമുക്കറിയാമല്ലോ. പ്രായമുള്ളവരും പ്രായമില്ലാതിരുന്നതൊക്കെ ഒരുപോലെയാണ്. കുട്ടികളൊന്നും വിചാരിക്കരുത് എൻ്റെ അടുത്തേക്കൊന്നും വരില്ല, വയസ്സുകളെയും വയസ്സുമാരെ ആയിരിക്കും കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത്. ആരുടെ അടുത്തേക്കും ഏത് നിമിഷവും ഏത് സെക്കൻഡും വരും. ബൈബിൾ പഠിപ്പിക്കുകയാണ്, സഭാപ്രസംഗന പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം, തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. മത്സ്യം വലയിൽ കുടുങ്ങുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ ചെന്ന് വീഴുന്നത് പോലെയും കഷ്ടകാലം, മരണനിമിഷം, നനച്ചിരിക്കാത്ത നേരത്ത് മനുഷ്യ മക്കളെ കുടുക്കുന്നു. തൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താനോ മരണസമയം നിശ്ചയിക്കാനോ ഈ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല. ഞാൻ 60 വയസ്സായിട്ട് മരിക്കാം എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ റിട്ടയർഡായിട്ട് അതിൻ്റെ ആ ഒരു VRS കിട്ടാണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് വീട്ടുകാർ മക്കളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നടത്തിയിട്ട് മരിക്കാം, പറ്റില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിൻ്റെ കാര്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിങ്ങനെയാണ്, അത് കള്ളനെ പോലെ വരും. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് എന്ന് വളരെ സ്പഷ്ടമായി എല്ലാ ദൈവമക്കൾക്കും ദൈവപുത്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കൊരു വിധിയുണ്ട്, നമുക്കൊരു ന്യായവിധിയുടെ ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം നരകം ഇങ്ങനെ 2 വിഷയങ്ങൾ വളരെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ വളരെ അടിത്തറയായി നിൽക്കുന്ന പ്രബോധനങ്ങളിൽപ്പെട്ട 2 പ്രബോധനങ്ങളാണ് നിത്യരക്ഷ, നിത്യശിക്ഷ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഒന്നുകിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഈ ലോക ജീവിതത്തിലെ സകല നന്മ പ്രവൃത്തികൾക്കും വേണ്ടി യേശു ക്രിസ്തുവിനോടുകൂടെ യുഗങ്ങളോളം പിതാവിൻ്റെ രാജ്യത്തിൽ അവൻ മോക്ഷഭാഗ്യം അനുഭവിക്കും. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അന്ധകാര പ്രവൃത്തികൾക്ക് അവൻ നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. ഇത് ദൈവവചനത്തിൽ ദൈവപുത്രൻ പഠിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ്. ഇതിനെക്കുറിച്ച് ആദ്യമേ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിൽ 34-ാം തിരുലിഖിതം, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവീൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് നമ്മുടെ ഗുരുനാഥൻ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരി തൂകി തൻ്റെ പ്രിയരെ വിളിച്ചിട്ട് പറയാണ്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ പിതാവ് ഒരുക്കിയിരിക്കുന്ന നിങ്ങളെ നിത്യമായ രാജ്യം അവകാശപ്പെടുത്തുവീൻ. എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, ലോകമാണോ ഉണ്ടായത്, സ്വർഗരാജ്യമാണോ ആദ്യം ഉണ്ടായത്? ബൈബിൾ പഠിപ്പിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ, ആ സ്ഥാപനത്തിന് സമയം തൊട്ട് തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം, പിതാവായ ദൈവം സ്വർഗ രാജ്യത്തെ ഒരുക്കിയിരിക്കുന്നു. ഒരു നിത്യമായ രാജ്യമുണ്ട്. അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പൗരത്വമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമുക്ക് നിത്യമായ രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. അത് നിത്യമായ രാജ്യമാണ്, സ്വർഗ രാജ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് മനുഷ്യ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത വണ്ണം അത്രമാത്രം ശ്രേഷ്ഠമായ വലിയ ഒരു സ്ഥിതിയാണ് സ്വർഗരാജ്യം എന്നുള്ളത് എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 2-3 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ കാര്യം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 43-ാം തിരുലിഖിതമാണ്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ഒന്നാമത്തെ അനുഭവം സൂര്യനെ പോലെ പ്രശോഭിക്കും. രണ്ടാമത്തെ അനുഭവം പിതാവിനെ മുഖാമുഖം ഫേസ് ടു ഫേസ് ആയി കാണും.
മൂന്നാമത്തെ അനുഭവം ത്രിത്വത്തോടു കൂടെ പൂർണ്ണമായ ജീവിതം, ത്രിത്വത്തിന്റെ കൂടെ എപ്പോഴും ആയിരിക്കാം. നാലാമത്തത്, അവർ യേശുക്രിസ്തുവിനോട് കൂടെ നിത്യമായി ഭരിക്കും. അവർ ക്രിസ്തുവിനോട് കൂടെ നിത്യമായി ഭരിക്കുകയും അവിടത്തോടു കൂടെ പൂർണ്ണ സന്തോഷത്തിൽ ആകുകയും ചെയ്യും. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് സക്രാരിയിൽ വാഴും യേശു മഹേശന് ആരാധന, ആരാധന, സ്തുതി ഗീതങ്ങൾ പാടി നിന്നെ നമിച്ചു പുകഴ്ത്തിടുന്നു. സ്വർഗം തുറന്ന് സക്രാരിയിൽ വാഴും യേശു മഹേശന് ആരാധന, ആരാധന, സ്തുതി ഗീതങ്ങൾ പാടി നിന്നെ നമിച്ചു പുകഴ്ത്തിടുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഇപ്പോൾ 2 കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും അവരവരുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളും തകർച്ചകളും എല്ലാ കണ്ണുനീരും സമർപ്പിച്ച് യേശുവിനെ വിളിക്കട്ടെ. അവിടുന്ന് മനസ്സലിവുള്ള കർത്താവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഓ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുന്ന കുടുംബങ്ങളിൽ പിതാവേ, യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മാഭിഷേകങ്ങളും ഇപ്പോൾ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.